കല്ലാധ്വനി ന്യൂസിലേക്ക് സ്വാഗതം. പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ. കാലത്തിൻ്റെ കാവ്യനീതിയാണത്. വെറുതെയല്ല തങ്ങൾക്ക് ഭരണം കിട്ടിയാൽ നിരോധിച്ച നോട്ടുകളൊക്കെ തിരികെ കൊണ്ടുവരുമെന്നും അതുപോലെ കാശ്മീരിൽ 370 മടക്കിക്കൊണ്ടുവരുമെന്നും ഒക്കെ സ്ഥാനത്തും അസ്ഥാനത്തും കോൺഗ്രസിലെ രാഹുൽ ഗാന്ധി തരാതരം പോലെ വിളിച്ചു കൂവിക്കൊണ്ടിരുന്ന രാജ്യത്തെ ജനങ്ങൾ മറന്നിട്ടുണ്ടാവില്ല. എന്നാലിപ്പോൾ കാശ്മീരിലെ ആർട്ടിക്കിൾ 370 കാറ്റ് സുപ്രീം കോടതി അഴിച്ചുവിട്ടു. എന്നിട്ടും കോൺഗ്രസിലെ ചില വിഘടനവാദികളും മറ്റു ചില തൽപര കക്ഷികളും അടങ്ങിയ മട്ടില്ല. നെഹ്റുവിൻ്റെ ചതിയിലെ ബെനിഫിഷ്യറിയായ ഫറൂഖ് അബ്ദുള്ളയ്ക്കാണ് രോഷം മുഴുവൻ. ലെറ്റ് JNK ഗോ ടു ഹെൽ എന്നാണ് ദേശീയ മാധ്യമങ്ങളോട് ഫറൂഖ് അബ്ദുള്ള കിടന്ന് അലറിയത്. കുടുംബമായി അധികാരം കൈയടക്കി വയ്ക്കാമെന്ന വ്യാമോഹവും തീവെട്ടിക്കൊള്ളയുമെന്ന സ്വപ്നവുമല്ലേ മോദി തകർത്തത്. തിരുട്ടുകൂട്ടങ്ങളിൽ നിന്ന് താഴ്വര സ്വതന്ത്രമായതോടെ കാശ്മീർ ഇന്ന് വികസന കുതിപ്പിലാണ്. 70 വർഷത്തെ കൊടും പീഡനങ്ങളിൽ നിന്ന് കാശ്മീർ ജനതയെ ഒന്നടങ്കവും പ്രത്യേകിച്ച് പലായനം ചെയ്യപ്പെട്ട ഹിന്ദു സമൂഹത്തെ രക്ഷിക്കാൻ ഒടുവിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകേണ്ടിയും വന്നു. അപ്പോഴാണ് മറ്റൊരു ദുശകുനം അല്ലെങ്കിൽ മറ്റൊരു ഇടുത്തി കോൺഗ്രസിന് മേൽ പതിച്ചത്. രാഹുലിൻ്റെ അടുപ്പക്കാരനെന്നറിയപ്പെടുന്ന കോൺഗ്രസ് MP-യായ ധീരജ് സാഹുവിൽ നിന്ന് 383 കോടി രൂപയുടെ കള്ളപ്പണം ഇൻകം ടാക്സ് റെയ്ഡിലൂടെ പിടിച്ചെടുത്തെന്ന വാർത്തയായിരുന്നു അത്. രാജ്യത്തെ തന്നെ ഞെട്ടിച്ച ഏറ്റവും വലിയ കള്ളപ്പണ കൂമ്പാരമാണ് ഇപ്പോൾ പിടിച്ചെടുത്തത്. 70 വർഷത്തോളം രാജ്യം ഭരിച്ച കോൺഗ്രസ് ഭരണത്തിന് പുറത്തായത് അഴിമതിയിലെ പ്രളയം മൂലമാണ്. അപ്പോൾ ഇതുപോലെ എവിടെയൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ടെന്നതും കണ്ടറിയാനിരിക്കുന്നതേ ഉള്ളൂ. ഈ പണം എവിടെ നിന്നാണ്? രാജകീയ കുടുംബത്തിൻ്റേതാണോ അതോ കോൺഗ്രസ് പാർട്ടിയുടേതാണോ? ഈ പണം എന്തിനു വേണ്ടിയാണ് ഒളിപ്പിച്ചു വച്ചിരുന്നത്? ഇതൊക്കെ സമൂഹ മധ്യത്തിൽ ഇന്ന് സംസാര വിഷയമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കൃത്രിമങ്ങൾക്ക് വേണ്ടിയാകാമെന്ന സംശയം നിലനിൽക്കെ ഇത് സംബന്ധിച്ച് ഒട്ടേറെ കാര്യങ്ങൾ ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. വെറുതെയാണോ ഇന്ത്യയുടെ ഭരണാധികാരം എടുക്കാനായി കുറേ തിരുട്ട് കുടുംബങ്ങളുടെ സഖ്യം ഉണ്ടാക്കിയതിന് പുറമെ ഒരു ആധികാരികതയ്ക്ക് വേണ്ടി ഇന്ത്യ എന്ന പേരിനെ തന്നെ വളച്ചൊടിച്ച് ഇന്ത്യ മുന്നണി എന്നുമാക്കിയാൽ ജനങ്ങൾ ഓടിച്ചെന്ന് ഇവർക്ക് വോട്ട് കുത്തുമെന്ന വിചാരവും വൃഥാവിലായി. നാക്കെടുത്താൽ മോദിയെ കള്ളനെന്നും ദുശകുനമെന്നും അല്ലെങ്കിൽ വായിൽ തോന്നിയതെന്തും വിളിച്ചു പറയുന്ന രാഹുൽ ഗാന്ധിക്ക് സ്വന്തം പാർട്ടിയുടെയും തിരുട്ട് മുന്നണിയുടെയും ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഒന്നൊന്നായി വെളിച്ചത്ത് വന്നോടെ കള്ളന്മാരിപ്പോൾ ഓട്ടത്തിലാണ്. ഇത്രയും നാൾ എല്ലാവരെയും കള്ളൻ എന്ന് വിളിച്ചു നടന്നു. എന്നാൽ സാക്ഷാൽ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടും. കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ടായേക്കാം. അതാണ് ഇവിടെ സംഭവിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കല്ലാധ്വനി ന്യൂസ്.